ഞങ്ങൾക്ക് ജാതിയില്ല, മതമില്ല, മതപരമായിട്ടുള്ള ചിന്തകളൊന്നും ഇല്ല എന്ന് മിനിറ്റിനും എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രബുദ്ധ മലയാളികളുടെ സഹിഷ്ണുത എന്താണ് എന്ന് ഇന്ന് വളരെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് തെളിഞ്ഞിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലോഗോയ്ക്ക് കാവി നിറം, അത് കാവി നിറമാണോ ഓറഞ്ച് നിറമാണോ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അഗ്നിയുടെ പ്രതിബിംബം, ഹോം ഗ്രൗണ്ട് ഫയറിന്റെ ഒരു സിമ്പിളായിട്ടൊക്കെയാണ് ആ ഒരു കളറിനെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് നമ്മളുടെ ഒരു അറിവ്. ഇതിനെ പെട്ടെന്നങ്ങ് വർഗീയതവൽക്കരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സംഘികളുടെ തൊഴുത്തിൽ പോയി കെട്ടിപ്പെട്ടു എന്നൊക്കെയാണ് കുറെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പ്രബുദ്ധർക്ക് അറിയാത്ത കുറെ സാധനങ്ങളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞ സീസണിൽ ഇടയ്ക്ക് ലോഗോ പച്ചയാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കേരളത്തിന്റെ ഹരിതാപയും പച്ചപ്പിനെയൊക്കെ സൂചിപ്പിക്കാനാണ്, അല്ലാതെ അത് എന്താണ് മുസ്ലിം ലീഗിന്റെ ആ സംഭവം അല്ലായിരുന്നു. ഈ മഞ്ഞ SNDPയുടെ സാധനമല്ല, അതുപോലെ തന്നെ ഒരു കളറേ ഉള്ളൂ. പിന്നെ ഈ നിങ്ങൾക്ക് എന്താണ് ഇത്ര അസഹിഷ്ണുത എന്ന് മനസ്സിലാവുന്നില്ല. അപ്പം ഈ പച്ചക്കായാലും മഞ്ഞയ്ക്കായാലും കാവിക്കായാലും അല്ലെങ്കിൽ ഓറഞ്ചിനായാലും എല്ലാ കളറിനും അതിൻ്റെതായിട്ടുള്ള സിമ്പിളും കാര്യങ്ങളും ഉണ്ട്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടുള്ള അഫിനിറ്റിയോ മറ്റു കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ ഇന്റർകാശിയെ കുറിച്ച് എന്താണ് കരുതിയിരിക്കുന്നത്? ഇന്റർകാശി ഉത്തർപ്രദേശ് ബേസ് ചെയ്തിട്ട് കാശി അങ്ങ് ബേസ് ചെയ്തിട്ടാണ് ഒരു ക്ലബ്ബ് വന്നിരിക്കുന്നത്. അപ്പം ഇന്റർകാശി അതിന്റെ മറ്റേ ശിവന്റെ സാധനങ്ങളും ഹർഹർ മഹാദേവ് ഹർഹർ കാശി എന്നൊക്കെ പറഞ്ഞ് പോപ്പുലേഷൻ അതുവഴി ആർജിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ 1890-കളിൽ രൂപീകരിക്കപ്പെട്ട മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബ്, എക്സ്ക്ലൂസീവ്ലി ഫോർ മുസ്ലിംസ്, അത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം രൂപീകരിക്കപ്പെട്ട ക്ലബ്ബാണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് എന്ന് പറഞ്ഞാൽ ബംഗാളി ബ്രാഹ്മിൻ ഹിന്ദുസിന്റെ എലൈറ്റ്, അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ക്ലബ്ബാണ്. ഈസ്റ്റ് ബംഗാൾ മൈഗ്രന്റ് ഹിന്ദുസിന്റെ ക്ലബ്ബാണ്. അങ്ങനെ ഇവിടെ ജാതി ബേസ് ചെയ്തും മതം ബേസ് ചെയ്തും നിരവധി ക്ലബ്ബുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ അവരെ കുറിച്ചൊന്നും പറയാൻ പോവാതെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോവാതെ, ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളറിനെ ചേഞ്ച് ചെയ്തപ്പോഴത്തേക്ക് അത് ഹോം ഗ്രൗണ്ട് ഫയറിന്റെ ആ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കളർ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. അല്ലാതെ ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വാങ്ങിയോ തേങ്ങയൊന്നും അല്ല. എന്തിനിടെ ഇത്ര അസഹിഷ്ണുത? അതിന്റെ താഴെ തെറിവിളിയുടെ ബഹളം. നമ്മൾ ഇവിടെ ഇങ്ങനെയുള്ള ചിന്തകൾ മനസ്സിൽ കൊണ്ട് നടക്കരുത്. ഇപ്പൊ ഏതെങ്കിലും ഒരു കളറുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെ എക്സ്ക്ലൂസീവ്ലി റിസർവ്ഡ് സാധനമാണെന്നൊന്നും പറയരുത്. ആ കളറിനെ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഡച്ച് പട്ടാളത്തിന്, ഹോളണ്ടിന്റെ ടീമിനെ നിങ്ങൾ വെറുക്കുന്നുണ്ടോ? അവരുടെ ജേഴ്സിയുടെ കളർ ഇതല്ലേ? അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഈ സഹിഷ്ണുതയും അസഹിഷ്ണുതയൊക്കെ ഏത് പോയിന്റിലാണ് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ.